ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. ജനറൽ സർവീസാണ് മെയിനായിട്ട്. ജനറൽ സർവീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പൊടി കയറിയിട്ട് വന്നാണ് സൗണ്ട്. അപ്പോൾ അതൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബസർ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിലവിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക അതാണ് പറയുന്നത്. പക്ഷേ ഓയിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഊഹം വെച്ച് നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 100% നമുക്ക് കളർ നോക്കി പറയാൻ പറ്റില്ല. പക്ഷേ ആവറേജ് അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി ഓടിച്ച് നമ്മൾ വർക്കിന് കയറ്റിയാണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഒറിജിനൽ ലൈൻഡറാണ് കിടക്കുന്നത്. അപ്പോൾ ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് സൗണ്ട് വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ബ്രേക്ക് ലൈൻഡർ ഒരയുമ്പോൾ വന്ന പൊടി ഹബിനകത്ത് വരും. അപ്പോൾ അതിൻ്റേത് അത് വരുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടുമ്പോൾ സൗണ്ട് വ്യത്യാസം വന്നാൽ അതിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തു, ടയറൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്ക് വീലിൻ്റെ ഡാംബർ റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ സെറ്റ് പൊട്ടിക്കിടക്കണം. അത് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നല്ല ഫിൽറ്ററാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യും. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഈ ലിവറുകൾ റൈറ്റ് സൈഡിൽ ബ്രേക്കിൻ്റെ ലിവറും ശരിയാണ്, ക്ലച്ചിൻ്റെ ലിവറും ശരി, രണ്ടും ബെൻഡായിട്ടിരിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പം മാറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കൂടെ നമുക്കത് മാറ്റിക്കളയാം. കാരണം അതല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഇത് ഓടിയാൻ സാധ്യതയുണ്ട്. മറ്റതും വളഞ്ഞിട്ടൊരു അവസ്ഥയിലിരിക്കണം കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു 200-250 രൂപ താഴെ വരുള്ളൂ 2 ലിവറും കൂടിയിട്ട്. അപ്പോൾ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല. ബാറ്ററി ആയാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമായിട്ടില്ല. 2025 ബാറ്ററിയാണ് കേട്ടോ. 25 അല്ലേ? അതെ, 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് വോൾട്ടൊക്കെ ഇട്ടുണ്ട്, വേറെ പ്രോബ്ലമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിനകത്ത് നമുക്ക് ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് മാറ്റുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ആ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ്ങും മാറ്റിയിടും. അപ്പോൾ ആ ലിവറിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അതും കൂടിയും ചേഞ്ച് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ആ ലിവറിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ. പിന്നെ ബസർ വർക്കിംഗ് അല്ല, അപ്പോൾ നമ്മൾ ബസറും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ കേട്ടോ. ഞങ്ങൾ എന്തായാലും നമുക്കൊരു 3 മണി 3:30 തീർന്നു വരുമ്പോഴത്തേക്ക് കേട്ടോ. അതിന് മുമ്പാവാണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.